എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 194-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് ഈ അധ്യായത്തിന്റെ അവസാനത്തെ മന്ത്രമാണ്. അഭീത്വാ പൂർവപീതയേ സൃജാമി സൗമ്യം മധു മരുദ്ഭിരഗ്ന ആഗഹി. അന്വയം: ഹേ അഗ്നേ പൂർവപീതയേ ത്വാ സൗമ്യം മധു അഭിസൃജാമി. ഹേ അഗ്നേ മരുദ്ഭി സഹ ആഗഹി. ഇതാണ് അന്വയം. പൂർവപീതയെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ളതുപോലെ പാനം ചെയ്യാനായിട്ട് സൗമ്യം മധു, സോമത്തെ സംബന്ധിച്ചിട്ടുള്ളതായ മധുരമായ രസം അഥവാ സോമരസം, അഭിസൃജാമി എല്ലായിടത്തും നേടിവെക്കുന്നു. അതായത് യാഗവേദികളിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളതായ മധുരപൂർണമായിട്ടുള്ള സോമരസം. മരുൽബി സഹ അഗ്ന ആഗഹി, അത് പാനം ചെയ്യാനായിട്ട് മരുത്സമൂഹങ്ങളോട് കൂടിയിട്ട്, സപ്തമരുത്തുക്കളോട് കൂടിയിട്ട്, അല്ലയോ അഗ്നിദേവ, അങ്ങ് യാഗവേദിയിലേക്ക് ആഗതനായാലും, അങ്ങ് ഉജ്ജ്വലമായിട്ട് യാഗവേദിയിലേക്ക് ആഗതനായി ഉജ്ജ്വലമായി ജ്വലിച്ചാലും, അതാണ് അതിന്റെ അർത്ഥം. അല്ലയോ അഗ്നിദേവ, കാലാകാലങ്ങളിൽ അഥവാ പൂർവകാലങ്ങളിൽ ചെയ്തു വരാറുള്ള രീതിയിൽ സോമപാനത്തിനായിട്ട് ഉദ്ദേശിച്ച ഹവിസ് സമർപ്പിക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ളതായ മധുരമായ സോമരസം യാഗവേദികളിൽ സുപ്രധാനമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. ആ മധുരരസമൂറുന്ന സോമരസം പാനം ചെയ്യാനായിട്ട് അല്ലയോ അഗ്നിദേവ, അങ്ങ് സപ്തമരുത്തുക്കളോടുകൂടിയിട്ട് യാഗവേദിയിലേക്ക് വേഗം തന്നെ ആഗതനായാലും. യാഗവേദികളിലെല്ലാം കണ്ടുവരുന്ന ഒരു അനുഷ്ഠാന രീതിയാണ് സോമവള്ളി ഇടിച്ചു പിഴിഞ്ഞ് രസമാക്കി മാറ്റിയിട്ട് മധുരപദാർത്ഥങ്ങൾ ചേർത്ത് അത് മധുരരസമുള്ള സോമരസമാക്കി മാറ്റിയിട്ട് യാഗവേദിയിൽ സുപ്രധാനമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. ദേവന്മാർക്ക് പാനം ചെയ്യാനായിട്ട്. ദേവന്മാർ പാനം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള യാഗവേദിയിൽ ഹാജരായിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും കർമാനുഷ്ഠാതാക്കൾക്കുമെല്ലാം അത് പാനം ചെയ്യാവുന്നതാണ്. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഇതോടുകൂടി ഈ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.